नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 82. ദ്രൗപദി കൃഷ്ണന്റെ റാണിമാരെ കാണുന്നു. പേജ് നമ്പർ 809. പ്രിയപ്പെട്ട ദ്രൗപദി, ഭഗവാൻ കൃഷ്ണനെ ഞാൻ എൻ്റെ ആരാധ്യനായ ഭർത്താവും അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ ദാസിയായും സ്വീകരിച്ചപ്പോൾ നിരാശരായ രാജാക്കന്മാരിൽ നിന്നും കോലാഹലമായ ഗർജനമുയർന്നു. കാമാർത്ഥമായ അഭിലാഷങ്ങൾ മൂലം അവരൊക്കെ പ്രക്ഷുബ്ധരായിരുന്നു. എന്നാൽ അവരെ തീരെ വകവയ്ക്കാതെ ചതുർബാഹുവായ നാരായണന്റെ രൂപം കൈക്കൊണ്ട് 4 ഗംഭീര കുതിരകളെ പൂട്ടിയ തേരിൽ ഭഗവാൻ എന്നെ ഉപവിഷ്ടയാക്കി. രാജാക്കന്മാരിൽ നിന്നുള്ള എതിർപ്പു പ്രതീക്ഷിച്ച് അദ്ദേഹം പടച്ചട്ടയണിഞ്ഞു. ശാർങ്ഗം എന്ന വില്ലു കയ്യിലെടുത്തു. എന്നാൽ ഞങ്ങളുടെ പുകൾപെറ്റ സാരഥി ദാരുകൻ ഒരു നിമിഷം പോലും വൈകാതെ മനോഹരമായ ആ രഥത്തെ ദ്വാരകാപുരിയിലേക്കു നയിച്ചു. ഇങ്ങനെ മാൻകൂട്ടത്തിൽ നിന്നു ഒരു സിംഹം മാനിനെ എന്ന പോലെ രാജാക്കന്മാർ നോക്കി നിൽക്കെ എന്നെ അതിവേഗം അവിടെ നിന്നും കൊണ്ടുപോയി. എന്നിരുന്നാലും ചില രാജാക്കന്മാർ ഞങ്ങളെ തടയാൻ നോക്കി. വേണ്ടത്ര ആയുധ സജ്ജീകരണങ്ങളോടെ അവർ ഞങ്ങളെ എതിർത്തു. നായ്ക്കൾ സിംഹത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയെ തടയാൻ ശ്രമിക്കുന്നതുപോലെ. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ശാർങ്ഗം എന്ന വില്ലിൽ നിന്നു തൊടുത്ത അമ്പുകൾ രാജാക്കന്മാരിൽ ചിലരുടെ ഇടതുകരങ്ങൾ ഛേദിച്ചു. ചിലർക്കു കാലുകൾ നഷ്ടപ്പെട്ടു, മറ്റു ചിലർക്കു ശിരസും പ്രാണനും പോയി. ശേഷിച്ചവർ യുദ്ധക്കളം വിട്ടു ഓടിപ്പോവുകയും ചെയ്തു. തുടർന്ന് പരമപുരുഷൻ പ്രപഞ്ചത്തിലെ ഏറ്റവും കീർത്തിപെറ്റ ദ്വാരകാപുരിയിൽ പ്രവേശിച്ചു. അപ്പോൾ അദ്ദേഹം ജ്വലിക്കുന്ന സൂര്യനെപ്പോലെ കാണപ്പെട്ടു. ആ അവസരത്തിൽ ദ്വാരകാപുരി മുഴുവൻ ആർഭാടപൂർവം അലങ്കരിക്കപ്പെട്ടിരുന്നു. സൂര്യപ്രകാശത്തെ നഗരത്തിൽ കടക്കാൻ പോലും അനുവദിക്കാത്ത വിധം കൊടിതോരണങ്ങൾ കൊണ്ടും കമാനങ്ങൾ കൊണ്ടും നഗരം നിറഞ്ഞിരുന്നു. എൻ്റെ പിതാവിന് എന്നോട് അത്യന്തം വാത്സല്യമായിരുന്നു എന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതിനാൽ ഭഗവാൻ കൃഷ്ണനെ എനിക്കു ഭർത്താവായി ലഭിക്കുക വഴി തൻ്റെ അഭിലാഷം നിറവേറ്റപ്പെട്ടത് കണ്ടപ്പോൾ തികഞ്ഞ സന്തോഷത്തോടെ അദ്ദേഹം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വിലപിടിച്ച വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, മഞ്ചങ്ങൾ, ഇരിക്കാനുള്ള പരവതാനികൾ തുടങ്ങിയ പലതരം ഉപഹാരങ്ങൾ വിതരണം ചെയ്തു.
ഭഗവാൻ കൃഷ്ണൻ എന്നും സ്വയം പര്യാപ്തനാണ്. എന്നിരുന്നാലും എൻ്റെ പിതാവ് സ്വന്തം നിലയിൽ അളവറ്റ ധനം, ഭടജനങ്ങൾ, ആനകൾ, രഥങ്ങൾ, കുതിരകൾ, അപൂർവവും അമൂല്യവുമായ ആയുധങ്ങൾ എന്നിവയടങ്ങിയ വമ്പിച്ച സ്ത്രീധനം ഭർത്താവിന് സമർപ്പിച്ചു. അത്യാവേശത്തോടെയാണ് അദ്ദേഹം ഇവയെല്ലാം ഭഗവാനു നൽകിയത്. പ്രിയപ്പെട്ട റാണി, അപ്പോൾ ഞാൻ എൻ്റെ പൂർവജന്മത്തിൽ അത്ഭുതകരമായ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടാകുമെന്നും അതിൻ്റെ ഫലമായി ഈ ജീവിതത്തിൽ പരമപുരുഷൻ്റെ ഭവനത്തിലെ ദാസിമാരിൽ ഒരുവളായി തീരാൻ എനിക്കു സാധിച്ചു എന്നും ഞാൻ അനുമാനിച്ചു. ഭഗവാൻ കൃഷ്ണൻ്റെ പ്രമുഖ പത്നിമാരൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മറ്റു 16,000 റാണിമാരുടെയും പ്രതിനിധിയായി രോഹിണി തങ്ങൾ കൃഷ്ണൻ്റെ ഭാര്യയായി തീരാനിടയായ സംഭവം വിവരിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട റാണി, ഭൗമാസുരൻ ലോകം മുഴുവൻ കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആവുന്നിടത്തു നിന്നൊക്കെ രാജാക്കന്മാരുടെ സുന്ദരിമാരായ പുത്രിമാരെ അപഹരിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ അയാളുടെ കൊട്ടാരത്തിനുള്ളിൽ ബന്ധിതരായി. ഞങ്ങളുടെ ബന്ധനത്തിൻ്റെ കഥ ഭഗവാൻ കൃഷ്ണൻ കേട്ടപ്പോൾ അദ്ദേഹം ഭൗമാസുരനെ യുദ്ധത്തിൽ തോൽപ്പിച്ചു ഞങ്ങളെ മോചിപ്പിച്ചു. ഭഗവാൻ കൃഷ്ണൻ ഭൗമാസുരനെയും അയാളുടെ പടയാളികളെയും വധിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു ഭാര്യയെപ്പോലും സ്വീകരിക്കേണ്ട ആവശ്യമില്ലാഞ്ഞിട്ടും ഞങ്ങളുടെ അപേക്ഷയനുസരിച്ച് ഞങ്ങൾ 16,000 പേരെയും അദ്ദേഹം വിവാഹം കഴിച്ചു. പ്രിയപ്പെട്ട റാണി, ഞങ്ങൾ എപ്പോഴും ഭഗവാൻ കൃഷ്ണൻ്റെ പാദാരവിന്ദങ്ങളെ തന്നെ ചിന്തിച്ചിരുന്നു എന്നതു മാത്രമാണ് ഞങ്ങളുടെ യോഗ്യത. വീണ്ടും വീണ്ടുമുള്ള ജനന മരണങ്ങളുടെ ബന്ധനത്തിൽ നിന്നുള്ള മോചനത്തിനുള്ള മാർഗം അതാണല്ലോ. പ്രിയപ്പെട്ട റാണി ദ്രൗപദി, രാജ്യം, സാമ്രാജ്യം, അതല്ലെങ്കിൽ സ്വർഗീയാനന്ദം അനുഭവിക്കാനുള്ള അവസ്ഥ തുടങ്ങിയ ഐശ്വര്യങ്ങളുടെ പിറകെ പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നറിഞ്ഞാലും ഇത്തരം ഭൗതിക ഐശ്വര്യങ്ങൾ അനുഭവിക്കാനോ യോഗസിദ്ധിക്കോ ഭഗവാൻ ബ്രഹ്മാവിൻ്റെ സമുന്നത പദവി നേടാനോ ഞങ്ങൾക്ക് മോഹമില്ല. സാലോക്യം, സാർഷ്ടി, സാമീപ്യം, സായുജ്യം എന്നീ മോക്ഷങ്ങളൊന്നും ഞങ്ങൾക്കു വേണ്ട. ഇത്തരം ഐശ്വര്യങ്ങൾ ഞങ്ങളെ തീരെ ആകർഷിക്കുന്നില്ല. ജന്മജന്മാന്തരങ്ങളിലും ഭഗവാൻ കൃഷ്ണൻ്റെ പാദാരവിന്ദങ്ങളിലെ ധൂളി ഞങ്ങളുടെ ശിരസിൽ അണിയണമെന്നേ ഞങ്ങൾക്കാഗ്രഹമുള്ളൂ. സുഗന്ധിയായ കുങ്കുമച്ചാറിനൊപ്പം ആ ധൂളി മാറിലണിയാനാണ് ഭാഗ്യദേവതയായ മഹാലക്ഷ്മി ആഗ്രഹിച്ചത്. വൃന്ദാവനത്തിൽ ഗോപബാലനായി സഞ്ചരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പാദാരവിന്ദങ്ങൾക്കടിയിൽ സഞ്ചിതമായിരിക്കുന്ന ആ പൊടി മാത്രമേ ഞങ്ങൾക്കു വേണ്ടൂ. ഗോപിമാരും ഗോപന്മാരും ഗോത്രവർഗക്കാരുമെല്ലാം കൃഷ്ണൻ്റെ പാദാരവിന്ദങ്ങൾ കൊണ്ടുള്ള ചവിട്ടേൽക്കാനായി വൃന്ദാവനത്തിലെ ഒരു പുൽക്കൊടിയോ വൈക്കോൽ തുരുമ്പോ ആയിത്തീരാനാണു സദാ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട റാണി, ജന്മജന്മാന്തരങ്ങളിലും അഭിലാഷങ്ങളൊന്നും ഇല്ലാതെ ഇതേപടി തുടരാനാണു ഞങ്ങളുടെ മോഹം. ഇപ്രകാരം കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ ദ്രൗപദി കൃഷ്ണൻ്റെ റാണിമാരെ കാണുന്നു എന്ന 82-ാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത ഭാഷ്യം സമാപ്തം. ഹരേ കൃഷ്ണ.